ഹലോ, ഇറ്റ്സ് മീ ജാസിരാജൻ. ആൻഡ് ഇന്ന് നമ്മൾ 11ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് നാളേക്കുള്ള പ്രാക്ടീസാണ്, 11ാമത്തെ ദിവസം. ആൻഡ് ഈ പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കുന്ന സമയം മുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ പല പ്രാർത്ഥനയായിട്ട് വരാറുണ്ട് റിലീജിയസിലൊക്കെ അല്ലേ. ഖുർആൻ, ഇസ്ലാമിലായാലും നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. അത് ചെറുപ്പം മുതലേ നമ്മൾ അത് ശരിക്കും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യണം. കാരണം ആ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചാൽ കണ്ണ് തുറന്ന ഉടനെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ണ് തുറന്ന ഉടനെ നിങ്ങൾ താങ്ക് യു സോ മച്ച് എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, അത് അടുത്തൊരു ദിവസത്തും ഈ ഒരു ദിവസം കൂടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് മോർണിംഗിൽ തന്നെ ഈ താങ്ക്സ് പറഞ്ഞതിന് ശേഷം നമുക്കറിയാം നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ചിന്തകളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളത് അല്ലേ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചിലപ്പോൾ കുറച്ച് നേരം ആ ബെഡിൽ കിടന്നിട്ട് തന്നെ ഫോൺ നോക്കുമ്പോൾ തന്നെ പല ന്യൂസസ് അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചത് കഴിഞ്ഞ ദിവസത്തെ ഓർമ്മിക്കുന്ന വിധത്തിൽ അതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിക്ക് മോർണിംഗ് തന്നെ നമ്മൾ ഫീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് പകരം അതിനൊന്നും സ്പേസ് കൊടുക്കാതെ, നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സ്പേസും കൊടുക്കാതെ നേരെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നവരെ, അതെല്ലാം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ സ്കൂൾക്ക് പോകുന്നവരെ, അതല്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര ഹറിബറിയായിട്ട് നിങ്ങൾക്ക് കിച്ചൺ വർക്കും ഹൗസ് ഹോൾഡ് വർക്ക്സും ഉണ്ടാവും അല്ലേ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനി പ്രെയർ ഉണ്ടെങ്കിൽ പ്രെയറൊക്കെ ചെയ്തിട്ടായിരിക്കും സാവധാനമായിരിക്കും ഇറങ്ങാം. അപ്പോൾ ഇത് ചെയ്യുന്നത് വരെ എന്താക്കണം, നിങ്ങൾ ഓരോ സാധനം ടച്ച് ചെയ്യുന്ന സമയത്ത്, ഓരോ നിങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോന്ന് യൂസ് ചെയ്യുന്ന സമയത്ത്, ഓരോന്ന് കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുക, ഫീൽ ചെയ്യുകയും ചെയ്യുക, താങ്ക് യു സോ മച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ മോർണിംഗ് 11ാമത്തെ ദിവസത്തിലെ രാവിലത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ പ്രാക്ടീസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ കാര്യം, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു 10 ബ്ലെസ്സിങ്സ് എഴുതി വെക്കുക, എഴുതിയിട്ട് അത് പറയുക, ഫീൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മാജിക് റോക്ക്, സെക്കൻഡ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത മാജിക് റോക്ക് എടുത്തിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഏതാണ് ഗ്രേറ്റസ്റ്റ് തിങ് എന്നുള്ളത് സംസാരിച്ചിട്ട് ആ ഒരു എനർജി ഫീൽ ചെയ്തിട്ട് അത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് 11ാമത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് നന്ദി പറയുന്ന കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവിനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മൈൻഡ് വളരെ ഹാപ്പി ആയിരിക്കും. ആ ഒരു മോർണിംഗിൽ മൊത്തം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തയിലൂടെ പോകുന്ന സമയത്ത് അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് അല്ലെ, നമ്മൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്താണ് അത് റെഡി ആവാതെ വരുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും നിങ്ങൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റുക, ഹറിബറിയായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് പറ്റുക, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റാണ്ടേ ആവുക എന്നുള്ളതൊക്കെ. എത്ര എക്സ്പേർട്ടൻസ് ചെയ്ത ആളാണെങ്കിലും ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാതെ ആ ഒരു രീതിയിലേക്ക് പോകും, സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്
നിങ്ങളൊരു ഹാപ്പി കൂൾ മൈൻഡഡ് ആവും മോർണിംഗിൽ തന്നെ. നമുക്കറിയാം രാവിലത്തെ സമയം എന്ന് പറയുന്നത് അതിന് എത്രത്തോളം നമ്മൾ ബെനഫിഷ്യൽ ആക്കുന്നോ അത്രയും നിങ്ങൾക്കറിയാം. ഏത് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ഓരോ ഡെയിലി റൊട്ടീൻസ് നോക്കിയാൽ അവർ കറക്റ്റ് മോർണിംഗിൽ എഴുന്നേറ്റ് ആ ഒരു ടൈം പ്രൊഡക്റ്റീവ് ആക്കുന്ന ആളുകളാണ്. ആ ടൈം പ്രൊഡക്റ്റീവ് ആക്കിയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആയിട്ടോ എന്തായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അതേപോലെ അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രാക്ടീസും കൂടിയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. സോ ജസ്റ്റ് ട്രൈ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആൻഡ് ഇത് എൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി വാട്സപ്പ് ത്രൂ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻട്രൊഡക്ഷൻ മുതൽ ഇതുവരെയുള്ള വീഡിയോസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. സോ സ്റ്റേ ട്യൂൺ. ഇപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ബൈ.